ഹലോ, അറഫയാണ്. ഇന്ന് നമുക്ക് അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊഞ്ച് റോസ്റ്റ് പരിചയപ്പെടാം. കുറച്ച് 10-25 ചുവന്നുള്ളി, 2 സവാള, വെളുത്തുള്ളി, ഇഞ്ചി, 2 തക്കാളി, 3 പച്ചമുളക്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഇതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് ഒരു 300 ഗ്രാം ചെമ്മീൻ എടുത്ത് വൃത്തിയാക്കി അത് പകുതി മസാലയും അരപ്പും എല്ലാം ചേർത്ത് പകുതി വേവിൽ ഫ്രൈ ചെയ്തെടുത്ത്, എന്നിട്ട് ആ ഫ്രൈ ചെയ്തെടുത്ത വെളിച്ചെണ്ണ തന്നെ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ച് അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുകുര അരിഞ്ഞതിട്ട് വഴറ്റി, അതിനകത്ത് തേങ്ങാക്കൊത്തും ഇട്ട് വഴറ്റി, അതൊന്ന് ഇതായി വന്നപ്പം ചുമന്നുള്ളി ഒന്ന് ഇളക്കി റെഡിയായി വന്നപ്പോൾ ഉപ്പിട്ട് ആവശ്യത്തിന്. ഉപ്പ് നമ്മൾ പൊരിച്ചതിനകത്തും കൂടി ചേർത്തിട്ടുണ്ട്, അതിൻ്റെ ആവശ്യത്തിന് ചേർക്കാവൂ. പിന്നെ അതിനകത്ത് പച്ചമുളക്, സവാള കൊത്തി അരിഞ്ഞത്, തക്കാളി എല്ലാം കൂടി ചേർത്ത് വഴറ്റിയിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ച് അതൊന്ന് മിക്സ് ആവാൻ വെക്കണം. അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല രീതിയിൽ മിക്സായി. പിന്നെ 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി എല്ലാം കൂടി ചേർത്ത് നല്ല മിക്സാക്കിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനെടുത്ത് അതിനകത്തേക്ക് തട്ടി നല്ല രീതിയിലൊന്ന് മിക്സാക്കണം. എന്നിട്ടൊരു 1/4 ഗ്ലാസ് വെള്ളം, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, ഒരു 1/4 ഗ്ലാസ് വെള്ളം അതൊന്ന് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കി അതെല്ലാം ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഒരടപ്പെടുത്ത് ഒരു 10 മിനിറ്റോളം നമ്മൾ അടച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിക്കണം. 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല രീതിയിലൊന്ന് വെന്ത് നല്ല മണമായിരിക്കും. നമുക്ക് നല്ല കൊതി ഊറുന്നൊരു നല്ലൊരു മണമായിരിക്കും അപ്പോൾ വരുന്നത്. പിന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് നേരം കൂടി ഒരു 5 മിനിറ്റും കൂടി ആ ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ തുറന്നിട്ട് വേവിക്കുക. അതിൻ്റെ കൂടെ ഒഴിച്ച് കൂട്ടാനായിട്ട് ഒരു തക്കാളിക്കറി ഉണ്ടാക്കാമെന്ന് വെച്ചു. 2 തക്കാളി, 2 പച്ചമുളക് അരിഞ്ഞ് വെള്ളത്തിലൊന്ന് വേവിച്ചിട്ട് തേങ്ങ അരച്ച് നല്ല രീതിയിൽ ചേർത്തിട്ട് അതിനകത്ത് നമ്മൾ പിന്നെ തിളയ്ക്കാൻ നിൽക്കേണ്ട, അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ അതിനകത്തേക്ക് കടുക് പൊട്ടിച്ച് കടുകും ചുമന്നുള്ളിയും 2 വറ്റൽമുളകും എല്ലാം കൂടി ഇട്ട് അതൊന്ന് വഴറ്റി നമ്മൾ ആ തക്കാളി കറിയിലേക്ക് ഒഴിക്കാം. എന്നിട്ട് 3 മീനെടുത്ത് ഫ്രൈ ചെയ്യാൻ, അത് നമുക്ക് തവയിൽ വെച്ച് അതൊന്ന് ഫ്രൈ ചെയ്ത്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സൺഡേ സ്പെഷ്യൽ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു?